ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു യാത്രയുടെ വിശേഷങ്ങളായാലോ. നമ്മളിന്ന് നമ്മളുടെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം ഹസ്ബൻഡും ബ്രദറും പിന്നെ കുഞ്ഞൂസും ഉണ്ട് ഈ യാത്രയിൽ. അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ഷൂസ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവൻ. ഈ കാറിൽ കയറിയപ്പോൾ മുതൽ അവൻ ഈ ഷൂയിൽ തന്നെയാണ് കളി. അവനപ്പോൾ അവിടെ ഇരുന്ന് കളിക്കട്ടെ, നമുക്ക് നമ്മുടെ വിശേഷങ്ങളുമായി മുന്നോട്ട് പോകാം. അവിടേക്ക് നോക്കിയേ, കുറെ കൂറ്റൻ കല്ലുകൾ കണ്ടോ? ഇതാണ് സ്റ്റോൺ ഹെഞ്ച്. ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ അതിപുരാതനമായ സ്മാരകങ്ങളിലൊന്നാണ് ഇത്. ഇവിടെ കയറണമെങ്കിൽ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കണമായിരുന്നു. നമുക്കിത് മറ്റൊരു ദിവസത്തേക്കാക്കാം. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും വിശാലമായ പുൽമേടുകളുമായിരുന്നു വഴിയുടനീളം. അതുപോലെ തന്നെ ഇവിടെ ധാരാളം ആട് വളർത്തൽ ഫാമുകളുണ്ട്. നൂറുകണക്കിന് ആടുകൾ ഈ വയലുകളിൽ സ്വതന്ത്രമായി മേഞ്ഞു നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിനിടയിൽ നമ്മുടെ കുഞ്ഞൂസ് ഉറങ്ങിപ്പോയട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയട്ടോ. അവിടെ എത്തിയപ്പോൾ നാട്ടിലത്തെ ഒരു ഹൗസ് വാമിങ്ങിന്റെ വൈബായിരുന്നു. ഒരുപാട് മലയാളി ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് അടിപൊളി ഫുഡും. കുഞ്ഞൂസ് ആണെങ്കിലും ഹാപ്പി ആയിരുന്നു കേട്ടോ. കുഞ്ഞൂസിനാണെങ്കിലും അവിടെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും കളിപ്പിക്കാനും എടുത്തുകൊണ്ട് നടക്കാനും ഒക്കെ ഉണ്ടായിരുന്നേ. അവിടെ പുറകെ തന്നെ ഒരു പാർക്കുണ്ട്. അപ്പം ഞങ്ങൾ അവിടേക്ക് പോയി. ഞാനും ജോഷുവായും ഡിയാനും കുഞ്ഞൂസും കൂടിയാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ ഒരുവിധം കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട്. ഈ തൂങ്ങി വരുന്ന ക്ലൈംബിംഗ് റോപ്സ് എന്നാണ് എൻ്റെ പേരെന്ന് തോന്നുന്നു. ഇത് അടിപൊളിയല്ലേ? ആ ഒരു അറ്റത്തുനിന്ന് നമുക്കിങ്ങനെ തൂങ്ങി ഇങ്ങനെ വരാം. കുഞ്ഞൂസിനാണെങ്കിൽ ഊഞ്ഞാലിൽ മാത്രം ആടാൻ പറ്റുള്ളൂ. ചെറിയ കൊച്ചുങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലാണ്. അപ്പോൾ കുഞ്ഞൂസ് ഊഞ്ഞാലിൽ കയറി. ഡിയാനും ജോഷുവയും അവിടെയുള്ള ഏകദേശം എല്ലാ റൈഡ്സിലൊക്കെ കയറി. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഫുഡും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണേ. നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് പോകുന്നത് വീട്ടിലേക്കല്ല, മറ്റൊരു സ്ഥലത്തേക്കാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാവേ. അപ്പോൾ ഓക്കെ, ബൈ.